പ്രൈസോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചനം ശ്രദ്ധിക്കാതെ ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. രൂത്തിന്റെ പുസ്തകം വളരെ അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ ശ്രദ്ധേയമായതും അനവധി ആളുകൾ വായിച്ച് മനഃപ്പാഠമാക്കിയ ഒരു അധ്യായം കൂടാണ്. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം തന്നെ ഈ 2-ാം അധ്യായത്തില് രൂത്ത് ബോവസിന്റെ വയലിൽ എത്തുന്ന ആ സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായം 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ രൂത്തും ബോവസും കൂടെ തമ്മിലുള്ള ഒരു നല്ല സംഭാഷണം നമുക്കിവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ വചന ചരിത്ര പശ്ചാത്തലമൊക്കെ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ന്യായാധിപന്മാര് ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു വാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. അവന് എലീമേലെക്ക് എന്ന പേര്. അല്ലേലിയ. ഭാര്യയ്ക്ക് നൊവോമി എന്നും 2 പുത്രന്മാർക്ക്, ഒരാൾ മഹ്ലോൻ, ഒരാൾ കില്യോൻ. ഈ 2 മക്കളും അല്ലേലിയ മോവാബിയിൽ നിന്ന് വിവാഹം കഴിച്ചു. അല്ലേലിയ. അതിൽ 2 മരുമക്കൾ, ഒരാളുടെ പേര് രൂത്ത്, ഒരാളുടെ പേര് ഓർപ്പ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ നൊവോമിയുടെ ഭർത്താവ് എലീമേലെക്ക് മരിക്കുന്നു. അത് കഴിഞ്ഞ് നൊവോമി 2 മക്കളും മരിച്ചു. പിന്നെ 2 മരുമക്കൾ മാത്രമായി. അവർ മോവാബ് ദേശത്തുള്ളവര്. യെരുശലേമിൽ അല്ലെങ്കിൽ ക്ഷാമം മാറി വിവരമൊക്കെ അറിഞ്ഞപ്പോൾ നൊവോമി മടങ്ങിപ്പോരാൻ ഒരുങ്ങിയപ്പോ ഓർപ്പ തന്നെ വിട്ടിട്ട് മോവാബ് ദേശത്തേക്ക് പോയി. എന്നാൽ രൂത്ത് അല്ലേലിയ നൊവോമിയോട് പറ്റിച്ച് നിന്ന നൊവോമിയോട് കൂടെ യാത്ര ചെയ്ത് അങ്ങനെ അവൾ ബോവസിന്റെ വയലിലെത്തിയ ഒരു സംഭവമാണ് നമ്മൾ വായിച്ചത്. ഒരുപാട് ചരിത്ര പശ്ചാത്തലം നമുക്ക് വീടിക്കേണ്ട കാര്യമില്ല. അല്ലേലിയ. അപ്പം മോവാബ് ദേശത്തു നിന്ന് ബേത്ലഹേമിലെത്തി ബോവസിന്റെ വയലിലെത്തിയ രൂത്തിന് ലഭിക്കുന്ന സംരക്ഷണത്തെ കുറിച്ചാണ് ഈ ഭാഗത്തെല്ലാം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്നാൽ തീർച്ചയായും നിങ്ങളുടെ പ്രവൃത്തിക്കും പരിശ്രമത്തിനും പ്രയാസങ്ങൾക്കും തക്കവിധ പ്രതിഫലം നൽകും എന്നുള്ളത് രൂത്തിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രൂത്ത് നൊവോമിയോട് പറ്റിച്ചേർന്ന് നിന്ന് നൊവോമിയോട് ചേർന്ന് നടന്നുകൊണ്ട് അവളുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാൻ ബോവസിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതുപോലെ ഈ പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഞാനും നിങ്ങളിൽ ദൈവസന്നിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നോ, ഏതെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നോ അതിലെല്ലാം തക്ക പ്രതിഫലം തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. അതിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്ന യാഥാർത്ഥ്യത്തിനകത്ത് ഒരുപാട് കഷ്ടതകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് വെല്ലുവിളികളെ നമ്മൾ നേരിടണം. അങ്ങനെ വെല്ലുവിളികളെ നേരിട്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. അപ്പം ദൈവത്തിന് നമ്മിൽ പ്രസാദം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് നീതിയുള്ളതാണെങ്കിൽ അതെല്ലാം ദൈവം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കും. മാത്രമല്ല നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം പ്രതിഫലം തരും. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, സ്തോത്രം, രൂത്തിന് അവളുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ദൈവം കൊടുക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം വായിക്കുക. 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി എന്നൊക്കെയാണ്. അപ്പം ഈ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച് സകല ചരാചരങ്ങളിൽ സൃഷ്ടിച്ച് 6 ദിവസം കൊണ്ട് സകലം സൃഷ്ടിച്ചു കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്ന് സ്വസ്ഥനായി ഇരുന്നു എന്നാണ് അവർ കാണാൻ കഴിയുന്നത്.
ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് യേശു ക്രിസ്തുവും യോഹന്നാന്റെ സുവിശേഷത്തിൽ 5:17 പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം തക്ക പ്രതിഫലം നൽകുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ജീവനുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുകയും ആരാധിക്കുകയും നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പം എന്റെയും നിങ്ങളുടെയും സകല സങ്കടങ്ങളും കണ്ണുനീരും കാണുവാൻ കഴിയുന്ന ഒരുവൻ യേശുക്രിസ്തു മാത്രമാണ്. കാരണം ഞാൻ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയോട് എന്റെ സങ്കടങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിക്ക് എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ കഴിയില്ല. ജീവനില്ലാത്ത ഒരാളിനോട് എന്റെ വിഷയങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റത്തില്ല, അവർക്കത് കേൾക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിഷയങ്ങൾ കേൾക്കണമെങ്കിൽ, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടണമെങ്കിൽ ജീവനുള്ള ദൈവത്തോട് തന്നെ നമ്മുടെ വിഷയം പറയണം. കർത്താവായ യേശു ക്രിസ്തു 33 തിരുവയസ്സോടെ ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ യോഹന്നാനെ സ്നാനമേറ്റ് 3.5 വർഷത്തെ തന്റെ പരസ്യശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്ത് യേശുവിന്റെ പ്രവർത്തികൾ അത്ര ശക്തമായിരുന്നു. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്തിന്ന് ജീവിക്കുന്ന ദൈവമായി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുമ്പോൾ ആമേൻ രൂത്തിന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം യഹോവ നൽകുമാറാകട്ടെ എന്ന് ബോബസ് പറഞ്ഞ പോലെ നമ്മുടെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം നൽകുവാൻ ജീവനുള്ള ദൈവമുണ്ടെന്നാണ്. പ്രൈസലോ. ഇന്ന് പകൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഭാരപ്പെട്ടും മനനം കലങ്ങിയിരിക്കുന്ന അനവധി പ്രശ്ന സങ്കീർണമായ വിഷയങ്ങൾ, ഹല്ലേലൂയ, ആരും നിന്നെ സഹായിപ്പാനില്ല, ആരും നിന്റെ സങ്കടം കേൾക്കാനില്ല, ആരും നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാനില്ലാതെ നിരാശാജനകമായ അനുഭവത്തിലൂടെ ജീവിതം മതി എന്നൊക്കെ പറഞ്ഞ് നീ ചിന്തിച്ചിരിക്കുന്ന അനുഭവമാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ചിന്തകൾക്കൊരു മാറ്റം വരുത്തിയിട്ട് നീ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സകല പ്രതിസന്ധികളെ മാറ്റിത്തരുവാൻ ദൈവം വിശ്വസ്തനാണ്. രക്തജയം. രൂത്തിനെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. രൂത്തിന് ദൈവം എപ്രകാരം ദൈവം ബോവസിന്റെ വയലിൽ ഇടം കൊടുത്തു, അതുപോലെ തന്നെ നിങ്ങൾക്കും ദൈവം വചന നിങ്ങൾ വിശ്വസിക്കുമ്പോൾ സ്വർഗരാജ്യമാകുന്ന ഈ വയൽ, ഹല്ലേലൂയ, അവിടെ നിങ്ങൾക്കും ദൈവം രൂത്തിനെ പോലെ തന്നെ അനുഭവങ്ങളെ തരും. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ദുർമാർഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തെ ദുർമാർഗങ്ങളും ദുഷ്പ്രവർത്തികളും പെരുകുക. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ മാത്രം. ഹല്ലേലൂയ. മദ്യശാലകൾ കൊണ്ട് കേരളം നിറയപ്പെട്ട് കഴിഞ്ഞ്, ബീവറേജുകൾ കൊണ്ട് നിറയപ്പെട്ട്, കള്ളുഷാപ്പ് കൊണ്ട് നിറയപ്പെട്ട്, ചൂതാട്ട കേന്ദ്രങ്ങൾ പെരുകി, വ്യഭിചാരശാലകൾ ദൂർത്തടിക്കുന്ന ഇടങ്ങളെല്ലാം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആമീൻ നാം അധിവസിക്കുന്ന കേരളം നാശത്തിലേക്ക് കടന്നു പോവാ, നരകത്തെ ആദടി കടന്നു പോവാ. കേരളം എന്നൊക്കെ പറഞ്ഞ പണ്ട് ദൈവത്തിന്റെ നാട്, ഗോഡ്സ് കൺട്രി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നരകക്കടലായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പേരൊക്കെ മാറിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോഡ്സ് കൺട്രി എന്നൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ നാടെന്നൊക്കെ പറഞ്ഞ കേരളം ഇന്ന് ഒരു നരകക്കടലായി മാറിയിരിക്കുക. മനുഷ്യൻ ആരെയും ബഹുമാനമില്ല, ആരെയും ആദരവില്ല. തമ്മിലടിച്ചും കലഹിച്ചും മാതാപിതാക്കളെ വെട്ടിയും കൊന്നും മക്കളെ കൊന്നും ആമി പീഡനങ്ങളും അക്രമങ്ങളും അമ്മാമെ എല്ലാം നിയമത്തെ പോലും അമ്മയെ അനുസരിക്കാത്ത ഒരു കൂട്ടം ജനം ഇറങ്ങിക്കഴിഞ്ഞു. അത്രമാത്രം മതം പതിച്ച് ഈ കേരളത്തിനകത്ത്. കേരളം മാത്രമല്ല, ഭാരതത്തിന്റെ സ്ഥിതി എന്താണ്? ലോക രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ്? ഓരോ ദിവസം എത്ര ആയിരക്കണക്കിന് ജനങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും രോഗം വന്ന് മരിക്കുന്നവർ, ആക്സിഡന്റിൽ മരിക്കുന്നവർ, സ്വാഭാവികമായി മരണമൊന്നുമില്ല. മനുഷ്യ ജീവനെ ആമീൻ കൊന്നൊടുക്കുന്ന, മനുഷ്യ കുരുതി നടക്കുന്ന തീവ്രവാദ സംഘടനകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ രൂത്തിനെ പോലെ ദൈവത്തോട് ചേർന്നിരുന്ന ദൈവത്തിന്റെ വയലിലാണ് നീ അധ്വാനിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിനക്കൊരു പ്രതിഫലം ഉറപ്പാ. പ്രൈസ്. നമുക്കറിയാം, സുവിശേഷത്തിന് പോലും ഈ നാളുകളിൽ വളരെ പ്രതിസന്ധി നേരിടുക. നമുക്കറിയാം, തിരുവോണ നാളിൽ കോട്ടയത്ത് പുതുപ്പള്ളി ആമീൻ അലിയ സ്തോത്രം കല്ലേപ്പാലത്ത് സുവിശേഷം പ്രസംഗിച്ച ദൈവദാസന്മാരെ യാതൊരു ദൈവമില്ലാതെ അസഭ്യം വിളിച്ചു പറയുന്ന ക്രിമിനലുകളെ നമ്മൾ കണ്ടു. യഥാർത്ഥ ക്രിമിനലുകളാ. അതുപോലെ തന്നെ എത്ര സ്ഥലങ്ങളിൽ സുവിശേഷം വിളിച്ചു പറഞ്ഞത് ഹല്ലേലൂയ, ആരെയും ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനും നശിപ്പിക്കുവാനും കൊലവിളി നടത്തുവാനും അല്ല. സുവിശേഷം വിളിച്ചു പറഞ്ഞത് പൊതുമുതൽ അടിച്ചു തീർക്കാനും മറ്റുള്ളവനെ പരിഹസിക്കുവാനും അല്ല. സുവിശേഷം ജീവന്റെ വചനം വിളിച്ചു പറഞ്ഞത് താങ്കളെ രക്ഷയ്ക്ക് വിളിച്ചു പറഞ്ഞതാണ്. അത് കേട്ടിട്ട് കലിതുള്ളി ഹല്ലേലൂയ എന്തെല്ലാം കോലാഹലങ്ങളാണ്.
അപ്പൊ എല്ലാ മേഖലയിലും പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം രൂത്തിനെ പോലെ ഉറച്ചു നിന്ന് നമ്മുടെ പ്രവൃത്തി വെളിപ്പെടുത്തണം. പ്രൈസലോ, കാലം ഇനി അധികമില്ല. കർത്താവിന്റെ വരവേറ്റു വാസനമായി സകല ദുർമാർഗക്കാരും, എല്ലാ ദുഷ്പ്രവർത്തിക്കാരും, സകല ദൂഷ്ടന്മാരും, സകല ആഭാസന്മാരും, കള്ളുകുടിയന്മാരും, വെറുക്കൂത്തിൽ നടക്കുന്നവർ, ഈ ലോകത്തിന്റെ മോഹ സുഖലോലുപ ജീവിതത്തിൽ അകപ്പെട്ട് താണ്ഡവമാടുന്ന ആറാടി നടക്കുന്ന അല്ലലിയ അവർക്കെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ നരകത്തിലേക്ക് യാത്ര ചെയ്യുവാനുള്ള സമയമായി. അല്ലേലിയ. ജീവിതം ഒരിക്കൽ മാത്രം ഈ ഭൂമിയിൽ, രണ്ടാമത് നമുക്കൊരു ജീവിതമില്ല. ചിലരൊക്കെ പറയുന്ന രണ്ടാമതൊരു ജീവിതമുണ്ട്, അടുത്ത ജന്മത്തിൽ എന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനൊരു ജന്മമൊന്നും ഇവിടെ ഇല്ല. അങ്ങനൊരു ജന്മം ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യ സൃഷ്ടി തൊട്ട് ഇന്ന് വരെ അടുത്തൊരു ജന്മത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ പോലും ഈ ഭൂമിയിൽ ഈ പറയുന്ന ഒരു വ്യക്തിക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. അങ്ങനൊരു സംഭവമില്ല. പിന്നെ എന്തോ അന്ധവിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് മനുഷ്യ മനസ്സുകളെ ഇളക്കുന്ന അനവധി ആളുകളുണ്ട്. അതല്ല ഞങ്ങൾ പറയുന്നതല്ല. ഹല്ലേലൂയ. മനുഷ്യന് ജീവിതം ഒരിക്കൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിലൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് നമുക്കൊരു ജീവിതമില്ല. അടുത്തൊരു ജന്മം എന്ന് പറയുന്നത് ഈ പറയുന്ന ജന്മമല്ല. നാം മരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം മണ്ണോട് ചേരും, നമ്മുടെ ആത്മാവ് നിത്യമായ സ്വർഗത്തിലേക്ക് പോകുന്നു. ആരുടെ ആത്മാവ്? വീണ്ടെടുക്കപ്പെട്ട് പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരുവന്റെ ആത്മാവ് നിത്യമായ സ്വർഗത്തിലേക്കും. ഈ ലോകത്തിന്റെ ദുർമാർഗങ്ങളിൽ ദുഷ്പ്രവൃത്തികൾ അകപ്പെട്ട് ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ജീവിച്ച ദുഷ്ടന്മാര്, സകല ദുർമാർഗികളുടെ ആത്മാവ് നരകാഗ്നിയിലേക്ക്, നരകക്കടലിലേക്ക് കടന്നു പോവുകയാണ്. അല്ലേറിയ. രണ്ടുപേർക്കും വലിയ രണ്ട് നിത്യതയാണ്. ഒന്ന് സ്വർഗരാജ്യത്തിലും, രണ്ട് പാതാളത്തിലും. എവിടെ വേണ്ടി നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. അല്ലേലിയ. അതുകൊണ്ട് ഇന്ന് പകൽ രൂത്ത് മോവാബ് വിട്ട് മടങ്ങിപ്പോന്നത് പോലെ, അല്ലേലിയ, നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിത സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെ വിട്ട് നീ മടങ്ങി വരണം. അല്ലേലിയ. സ്തോത്രം. എലീമേലെക്ക് മരിച്ചു തന്റെ രണ്ട് മക്കൾ മഹ്ലോനും ഗില്യോനും മരിച്ചു കഴിഞ്ഞപ്പോൾ മരുമക്കളായ രണ്ട് പെൺമക്കളിൽ സ്തോത്രം ഓർപ്പ അമ്മായിനെ ചുംബിച്ച് താൻ വീണ്ടും മോവാബിലേക്ക് മടങ്ങിപ്പോയി. അവർക്ക് മോവാബ് വിട്ടുപോരാൻ താല്പര്യമില്ല. എന്നാൽ അതേപോലെ തന്നെ രൂത്തിനോട് പറ്റിച്ചേർന്ന് മോവാബുകാരിയായ രൂത്ത്, അല്ലേലിയ, അവൾ നൊവോമിയോടൊപ്പം യാത്ര ചെയ്തു. തന്മുഖാന്തരം അവർക്കൊരു വീണ്ടെടുപ്പുകാരുണ്ടായി, ബോവസ്. ആ ബോവസാണ് അവൾക്ക് വയലിൽ പെറുക്കുവാനുള്ള ഇടം കൊടുത്തത്. അല്ലേലിയ. അപ്പം ബോവസ് നൊവോമിയോടൊപ്പം കടന്നു വന്ന രൂത്തിന് നൽകിയ കരുതലുകളെ കുറിച്ച് രൂത്തിന്റെ ദിവസം 2-ാം അധ്യായം 8 തൊട്ട് 12 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏകദേശം 10 കാര്യങ്ങളോടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 8-ാം വാക്യം വായിക്കുമ്പോൾ ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എന്റെ ഭാര്യക്കാരോട് കൂടെ ചേർന്ന് കൊള്ളുക എന്ന് പറഞ്ഞ 1-ാമത്തെ കാര്യം. കേട്ടോ മകളെ, വിശ്വാസത്തിന്റെ സ്വാഗതം ബോവസ് രൂത്തിനെ. ലലിയ. 2-ാമത്തെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, വിശ്വാസത്തിന്റെ ഒരു വേർപാട് 8-ാം വാക്യത്തിലുണ്ട്. 3, ഇവിടം വിടുകയും വേണ്ട, വിശ്വാസത്തിന്റെ സ്ഥിരത. 4, എന്റെ ഭാര്യക്കാരികളോട് ചേർന്ന് കൊള്ളുക. ലലിയ. വിശ്വാസത്തിന്റെ കൂട്ടായ്മ. പ്രൈസലോ. 5-ാമത്തെ കാര്യം പറയുന്നതാണ്. അല്ലെ 5-ാമത്തെ കാര്യം 9-ാം വാക്യം വായിക്കുന്നുണ്ട്. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെക്കുക, വിശ്വാസത്തിന്റെ നോട്ടം. അല്ലേലിയ. 6-ാമത്തെ കാര്യം, അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക, വിശ്വാസത്തിന്റെ നടപ്പ്. പ്രൈസലോ. അല്ലേലിയ. സ്തോത്രം. അല്ലേലിയ. 7-ാമത്തെ കാര്യം, ഭാര്യക്കാർ നിന്നെ തുടരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്, വിശ്വാസത്താലുള്ള സംരക്ഷണം. അല്ലേലിയ. 8 എന്ന് പറയുന്നത്, അല്ലേലിയ, ദാഹിക്കുമ്പോൾ ഭാര്യക്കാർ കോരിവെച്ചതിൽ നിന്നും കുടിച്ചുകൊള്ളുക, വിശ്വാസത്തിന്റെ കരുതൽ. പ്രൈസലോ. അല്ലേലിയ. 9 എന്ന് പറയുന്നത്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ, വിശ്വാസത്തിന്റെ പ്രതിഫലം. പ്രൈസലോ. 10 എന്ന് പറയുന്നത്, അവൻ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ, വിശ്വാസത്തിന്റെ മഹത്വം. അങ്ങനെ 10 വിധ കരുതലുകൾ ബോവസ് രൂത്തിനോട് പറയുകയാണ്. അല്ലേലിയ. ഇതേ അനുഭവം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്കും ലഭിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞകാല ജീവിതങ്ങളെ, നിങ്ങളുടെ പാരമ്പര്യങ്ങളെ, നിങ്ങൾ പിടിച്ചു വെച്ചിരുന്ന ചില സത്യങ്ങളെ, നിങ്ങൾ ചെയ്തു പോന്നിരുന്ന സാഹചര്യങ്ങളൊക്കെ മടങ്ങി വന്ന് നീ ദൈവത്തെ അനുഗമിക്കുമ്പോൾ
ബോവസ് രൂത്തിനോട് കൽപ്പിച്ചതുപോലെ ബോവസ് രൂത്തിനെ ഇത്രമാത്രം ചേർത്ത് പിടിച്ചെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എത്രയധികം ചേർത്ത് പിടിക്കും, രക്തം ചെയ്യും. അതെ, യേശു അതുകൊണ്ടാണ് നമ്മോട് പറഞ്ഞു, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നെ അനാഥനായി വിടാത്തൊരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ ആരെയും വിശ്വസിക്കാൻ കഴിയത്തില്ല. ഒരു ഭവനത്തിനകത്ത് അപ്പനും അമ്മയും മക്കളും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ 2 മക്കൾ അല്ലെങ്കിൽ 1 മക്കൾ അല്ലെങ്കിൽ 3 മക്കൾ അങ്ങനെയൊക്കെയാ. പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിനകത്ത് 8ഉം 10ഉം മക്കളാണ്, 12ഉം 10ഉം 16 മക്കളുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. ലേലിയ, അങ്ങനെ ഒറ്റ കുടുംബത്തിലുള്ളവരെ പോലും പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഭാര്യയിൽ വിശ്വസിക്കാൻ ഭർത്താവിന് കഴിയത്തില്ല, ഭർത്താവിൽ വിശ്വസിക്കാൻ ഭാര്യയ്ക്ക് കഴിയത്തില്ല, മക്കളിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയത്തില്ല. ഏത് സമയത്ത് അവർ കരിയുള്ളി ഇളകും. അല്ലേലിയ, ഏത് സമയത്ത് ഒറ്റപ്പെടാം. അങ്ങനെ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ഈ കാലഘട്ടത്തിൽ. അല്ലേലിയ. രൂത്തിനോട് ബോവസ് കാണിച്ച കരുതൽ നമ്മൾ തിരിച്ചറിയണം. ഈ ലോകം നമുക്ക് ഒരിക്കലും ശാശ്വതമല്ല. ഇവിടെ നമുക്കൊരു കരുതലും കിട്ടത്തില്ല. എന്നാൽ നീ വീണ്ടെടുക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലേലിയ, ബോവസ് രൂത്തിനെ കരുതിയതുപോലെയുള്ള എല്ലാ കരുതലുകളും ദൈവം നിനക്ക് തരും, യേശു നിനക്ക് തരും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യമൊക്കെ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല. ഇതിവിടുത്തെ രാഷ്ട്രീയക്കാരോ പ്രമാണികളോ മതനേതാക്കന്മാരോ ഇവിടുത്തെ സംഘടനക്കാരോ ഒന്നും പറഞ്ഞതല്ല. സാക്ഷാൽ യേശു ക്രിസ്തു പൗലോസിൽ കൂടെ അരുളി ചെയ്ത വചനമാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല. ഇതൊക്കെ പറയാനായിട്ട് ഒരു ജീവനുള്ള ദൈവത്തിനല്ലേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ദൈവം തരും. നീ എവിടെ സുവിശേഷമായി കടന്നുപോയി നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ടു ഉപദ്രവിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടോ, എവിടെയെല്ലാം നീ വേദന കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടോ, അതിനെല്ലാം മറുപടി തരാൻ ദൈവം വിശ്വസനാണ്. രക്തം ചെയ്യാൻ നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്, ജീവിതത്തിൽ നീ നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഈ പ്രാർത്ഥിക്കുവാനൊക്കെ ഇരിക്കും. പല ആളുകൾ എന്നെ വിളിച്ച് പ്രാർത്ഥന വിഷയം പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന വിഷയം വളരെ നൊമ്പരമുള്ളതാ. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, പക്ഷെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന ചോദിക്കുന്നത്. ഞാൻ അവരോട് ചോദിക്കുന്നത്, നമ്മുടെ ജീവനെ നമ്മൾ ഒടുക്കിയിട്ട് എങ്ങോട്ട് പോകാനാ? നമ്മുടെ ജീവനെ തകർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ദൈവം തന്ന വിലപ്പെട്ട ജീവൻ, അതിനെ നശിപ്പിക്കുമെന്ന് നമുക്ക് അധികാരമില്ല. പലരും തങ്ങളുടെ ജീവനെ അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്യുക. ആത്മഹത്യ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ആവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നാളെ ആവർത്തനം 23 ഒന്ന് വായിച്ച് വരണം കേട്ടോ. അല്ലേ? അപ്പം ആത്മഹത്യ ചെയ്യുന്ന ഏതുവിധ ആത്മഹത്യ ചെയ്താലും അവൻ ശപിക്കപ്പെട്ടവന് അവന്റെ അവസാന നരകമാണ്. അവിടെ നിന്ന് അവൻ ഒരു കാലത്തും മോചനമില്ല. ഈ ഭൂമിയിൽ അനുഭവിച്ചതിന്റെ എത്രയേക്കാൾ മടങ്ങ് കഷ്ടതയിലേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ജീവിതത്തെ തകർത്ത് കളയാതെ ജീവിതത്തെ നീ പണിതെടുക്കണം. ഹല്ലേലൂയ. ആമേൻ. നോവോമിയെ സംബന്ധിച്ച് പഠിച്ചാട്ട്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ മോവാബിലേക്ക് പോയ, ഹല്ലേലൂയ, സ്തോത്രം, നോവോമിയുടെ ഭർത്താവ് മരിച്ചു, മക്കള് 2 പേരും മരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഓർപ്പ അമ്മായിമ്മയെ വിട്ട് മടങ്ങിപ്പോയി. എന്നാൽ രൂത്ത് നൊവോമിയോട് ചേർന്ന് എത്രമാത്രം കഷ്ടങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ നൊവോമി എന്ന് അനുഭവിച്ചു കാണും. ഹല്ലേലൂയ. എങ്കിലും അവൾക്കൊരു വിശ്വാസം, ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി മോവാബിയ സ്ത്രീയായിരിക്കുന്ന രൂത്തും ചേർന്ന് നൊവോമിയോട് നടന്ന് ഹല്ലേലൂയ ഒരു വീണ്ടെടുപ്പുകാരനെ രൂത്ത് കണ്ടെത്തിയെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സകല ജനത്തോട് ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ നിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാണ്? നിന്റെ രക്ഷകൻ ആരാണ്? നിനക്ക് അല്ലെങ്കിൽ ആരിലാണ് പ്രത്യാശയുള്ളത്? ലോകത്തിലാണ് നീ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ, ലോകത്തിലാണ് നിന്റെ വീണ്ടെടുപ്പുകാരൻ ഉള്ളതെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നീ പരാജയപ്പെട്ടു. ലോകം നിന്നെ കൈവിടും. ഭർത്താവും ഭാര്യയെ കൈവിടും, ഭാര്യ ഭർത്താവിനെ കൈവിടും. അതായിരുന്നു ലോകത്ത് നടക്കുന്ന മുഴുവൻ. ഹല്ലേലൂയ. എത്ര കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമായി മാറിയത്. എത്രയോ ലക്ഷക്കണക്കിന് കേസുകളാണ് കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത് കെട്ടിക്കിടക്കുന്ന ഡിവോഴ്സിന്റെ പേരിൽ. ഹല്ലേലൂയ. എത്ര കേസുകളാണ് കോടതി 2ആയിട്ട് വേർതിരിച്ച് സ്തോത്രം ഒറ്റപ്പെട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മാനസാന്തരപ്പെടണം.
മാനസാന്തരപ്പെട്ടിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. കാരണം ദുഷ്പ്രവർത്തിക്കാരും ദുർമാർഗക്കാരും കൊണ്ട് നിറയപ്പെട്ട ഈ ദേശം നാശവും അമിലതിയ ഛേദവും കഷ്ടങ്ങളും വന്നു ഭവിച്ചുകൊണ്ടേയിരിക്കുക. നാശവും ഛേദങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക. അല്ലേലിയ. എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം? എവിടെയാണ് നമുക്ക് സ്വസ്ഥത? അല്ലേലിയ. നിന്റെ അധ്വാനത്തിന്റെ ഫലം പോലും നിനക്ക് സ്വസ്ഥമായിട്ട് അനുഭവിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തിയില്ലേ? അല്ലെ, രാപകളില്ലാതെ പാടത്തും പറമ്പിലും കോറിയിലും കണ്ണിലൂടും മണിലൂടും ചെളിയിലും വിവിധ വിലകളിൽ പണിയെടുത്ത് ചോര വിയർപ്പാക്കി അധ്വാനിക്കുന്നതിന്റെ പണത്തിന് പോലും നിനക്ക് അവകാശമില്ലെന്ന് അത് ചൂഷണം ചെയ്യുന്ന സംവിധാനങ്ങളാ പെരുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അധ്വാനത്തിന് പോലും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് കൈ കിട്ടി അപ്പൊ തന്നെ പിടിച്ചു പറിച്ച് മേടിക്കുന്ന അനുഭവമാണ്. അല്ലേലുയ്യ. അങ്ങനൊരു കാലഘട്ടത്തിൽ ഞാനും നീ ജീവിക്കുമ്പോൾ നമ്മൾ രൂത്തിനെ പോലെ ഉറച്ച തീരുമാനമെടുത്ത്, അല്ലേലുയ്യ, രൂത്ത് തന്റെ അമ്മായിയമ്മയെ നവോമിയോട് ചേർന്ന് നിന്നതുപോലെ നമ്മൾ നിൽക്കണം. നവോമി, അല്ലേലു സ്തോത്രം. ആമേൻ. രൂത്ത് പറഞ്ഞു, അല്ലേലുയ്യ സ്തോത്രം. ആമേൻ. അമ്മായി പറഞ്ഞു, നീ പൊക്കോ, ഓർമ്മ പോയതുപോലെ നീ നിന്റെ ദേശമായിരിക്കുന്ന മോവാബിലേക്ക് പൊക്കോ എന്ന് നവോമി രൂത്തിനോട് പറഞ്ഞപ്പോൾ രൂത്ത് നവോമിയോട് പറഞ്ഞൊരു ഭാഗമുണ്ട്. അല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, അതിന് രൂത്ത് നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. അല്ലെ, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വേർപിരികയില്ല. അല്ലേ, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വേർപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് രൂത്ത അല്ലരിയ തന്റെ അമ്മായിയമ്മ യഹോവയോട് പറയാം. മരണത്താലല്ലാതെ വേർപിരിയരുത്. എന്ത് കഠിന, എന്ത് കടുത്ത, എന്ത് ഉറപ്പുള്ള തീരുമാനമല്ലേ നമ്മുടെയൊക്കെ തീരുമാനം. കാറ്റിൽ ആടുന്ന മരം പോലാ. അല്ലേറിയ. രൂത്തിന്റെ തീരുമാനമല്ല, അവളുടെ തീരുമാനം പറഞ്ഞാൽ അടിസ്ഥാനമുള്ളത്. അടിസ്ഥാനം എന്ന പാറമേൽ ഉറപ്പിട്ടെന്ന് പറഞ്ഞൊരു രൂത്തിന്റെ തീരുമാനം. ഇന്നത്തെ കാലഘട്ടത്തിലെ സകലരുടെയും തീരുമാനം എന്ന് പറയുന്നത് ഞാൻ മുപ്പ ആവർത്തിച്ച പോലെ കാറ്റിൽ ഉലയുന്ന മരം പോലെ, ചില്ലകൾ പോലെയാണ് നമ്മുടെ തീരുമാനം. ഏത് സമയം നമ്മൾ വിളഞ്ഞു പോകാം. ലേലിയ. എന്നാൽ ഉറപ്പോടുകൂടി തീരുമാനമെടുത്തവൾ ബോവസിന്റെ വയലിലെത്തി. അല്ലേലിയ. ബോവസ് അവളെ ചേർത്ത് പിടിച്ചു. അല്ലേലിയ. അവൾക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണം കൊടുത്തു. അവന്റെ വയലിൽ പെറുക്കുവാനുള്ള അധികാരം കൊടുത്തു. അവസാനം എന്താണ്? ബോവസ് അവളെ ഭാര്യയായി സ്വീകരിച്ചു. രൂത്ത് പിന്നത്തേതിൽ, അല്ലേലിയ സ്തോത്രം, ആമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാരമ്പര്യം പഠിക്കുമ്പോൾ ആ ഭാര്യ രൂത്ത് ഇടം നേടി എന്നുള്ളതാണ്. അല്ലേലിയ. മത്തായി 1-ാം അധ്യായം വായിച്ചത് കാണാൻ കഴിയും. അല്ലേലിയ. അല്ലേലിയ. അങ്ങനെ രൂത്തിലും ബോവസിലും കൂടെ ഇശായി ജനിച്ചു. ഇശായിൽ നിന്ന് ദാവീദ് ജനിച്ചു. അല്ലേലിയ. ദാവീദിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു. അങ്ങനെ ഈ ഒരു സാന്തതി പരമ്പര നേക്കണ്ട. ദൈവം ഒരാളെ ഉയർത്തിയാൽ, അല്ലേലിയ, അതിനെ തകർക്കുവാൻ ആർക്ക് കഴിയില്ല. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, ദൈവം നിനക്ക് മുമ്പിൽ ചില വാതിലുകൾ തുറന്നാൽ, ദൈവം നിനക്ക് മുമ്പിൽ ചില വഴികൾ തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ഇവിടുത്തെ ഒരു അന്ധകാര ശക്തിക്കും കഴിയില്ല. അല്ലേലിയ. ദൈവം തുറന്നാൽ ആരും അടയ്ക്കയില്ല. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പകൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായിരിക്കുന്ന യേശു ക്രിസ്തു നിന്റെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് രൂത്തിനെ പോലെ നീ യേശു ക്രിസ്തുവിനോട് ചേർന്ന് പറ്റി നിൽക്കുന്നെങ്കിൽ നിന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം യേശു തരും. അല്ലേലൂയ. നീ തകർന്നു പോവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ സങ്കടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവൻ യേശുവാ. അല്ലേലൂയ. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. എത്ര കാലമായി നീ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ കരയുന്നത്, വേദനയോടെ ഇരിക്കുന്നത്. അല്ലേലൂയ സ്തോത്രം. കടക്കടി കൊണ്ട് തലപൊക്കം കഴിയാതെ ഉള്ള സ്വന്തമായി തലചായിപ്പോൻ എടുത്തുകൊണ്ട് ഭൂമിയിൽ ഭവനമില്ലാതെ ഭാരപ്പെടുന്നത്, ഉണ്ടായിരുന്ന ഭവനം ലോണെടുത്ത് തിരിച്ച ബാങ്കുകാർ ജപ്തി നടപടിയായി നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ, ആമീൻ, നിന്റെ വിവിധ ആവശ്യങ്ങൾ ലോണെടുത്താൽ കടം വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ നിന്റെ ഓരോ ദിവസവും ഓരോരുത്തരും അസ്വസ്ഥപ്പെടുത്തുമ്പോൾ, അല്ലേലിയ, നീ അത് മനസ്സിലാക്കി രൂത്ത് ബോവസിനോട് ചേർന്ന് പോലെ നീ ചേർന്ന് നിൽക്കുന്നെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കും.
പ്രൈസ്. ചില നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിൽ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞ് ഒല്ലൂരുള്ള ഒരു അമ്മയും മകനും എൻ്റെ അരികിൽ കടന്നു വരുവാൻ കാരണമായി. എന്തിനാണ് കടന്നു വന്നത്? അവരൊരു കട നടത്തി കഴിഞ്ഞ് അമ്മ ഇന്നലെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ലോൺ എടുത്തു. ഇന്നത്തെ കാലഘട്ടം അത് തന്നെയാണല്ലോ. ഈ കട തുടങ്ങുക എന്നൊക്കെ പറയുന്നത് ഒന്നാമത്തെ കാര്യം, കട തുടങ്ങിയിട്ട് പിന്നെ ഈ ബ്ലേഡുകാരന്റെ കയ്യിലെ മറ്റൊരാളുടെ പോക്കറ്റിലെ പൈസയാണ് ഒന്നാമത്. 100% ആൾക്കാരുടെ ചിന്താഗതി. കട തുടങ്ങി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി ജീവിക്കാനല്ല പലരും ആഗ്രഹിക്കുന്നത്. ഒരു കട അങ്ങോട്ട് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ തന്നെ ബ്ലേഡുകാരൻ വരും, കൊള്ളപ്പലിശമായിട്ടും വരും. അവൻ വരുന്നതുകൊണ്ട് ഈ കടക്കാരന്റെ കണ്ണിനകത്ത് പണം കാണുമ്പോൾ മഞ്ഞളിപ്പുണ്ടാകും. പുതിയ കട തുടങ്ങിയതാ. അപ്പൊ അവന്റെ ഇരിക്കും ബ്ലേഡുകാരൻ പൈസ ഇങ്ങനെ ഇട്ടുമ്പോൾ അവന്റെ കണ്ണിൽ മഞ്ഞളിക്കും, കടക്കാരൻ കയറി പൈസ വാങ്ങും. അങ്ങനെ വരുന്ന ലോണുകളെല്ലാം വാങ്ങും, പണങ്ങളെല്ലാം വാങ്ങും, കൊള്ള പലിശയ്ക്ക്. അവസാനം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരും. അപ്പോഴത്തേക്കും തകർന്ന തരിപ്പണം. അങ്ങനെ ഒരു കുടുംബം എൻ്റെ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല, അത്ര പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് എങ്ങോട്ടും കൂടി രക്ഷപ്പെടണം, എന്നെ ജീവിക്കേണ്ട, എന്താണ് പാസ്റ്റർ മാർഗം എന്നൊക്കെ എന്നോട് അന്വേഷിച്ചു വന്നു. ഞാനെന്തായാലും അവരെ കൈവിട്ട് കളഞ്ഞില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, എല്ലാത്തിനും പരിഹാരമുണ്ടല്ലോ. ഈ ലോകത്തിൽ പരിഹാരമില്ലാത്തൊരു വിഷയങ്ങളുമില്ല. ഞാൻ അവരോട് സത്യസുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം അവർ കേൾക്കാൻ തയ്യാറായി. ആ സുവിശേഷം കേട്ട് ഞാൻ അവരോട് ചില തീരുമാനങ്ങൾ ഉറപ്പിച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടുന്ന് അയച്ചു. അവർ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പാസ് കുറെ കാലത്തിന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയ ദിവസമായി ഇന്ന്. ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കടക്കെണികളെല്ലാം തീർക്കാൻ ഒരു മാർഗം ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് ഞങ്ങൾക്ക് എല്ലാത്തിനും മാറ്റമുണ്ട്. അതായത് ഈ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിന്നെ മാനിക്കുമെന്നേ. കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മോവാബ് വിട്ടുപോകുന്ന രൂത്തിന് ബോവസ് തന്റെ വായിൽ ഇടം കൊടുത്തെങ്കിൽ ഈ ലോകത്തെ വിട്ട് നീ പോന്നാൽ, ലോകത്തെ നീ ഉപേക്ഷിച്ച് ലോകമോഹങ്ങൾ, ലോകത്തിന്റെ ഇമ്പങ്ങളെ വിട്ട് നീ മടങ്ങി പോന്നാൽ, ബോവസ് രൂത്തിനെ ചേർത്ത് പിടിച്ചതുപോലെ യേശുക്രിസ്തു നിന്നെ സ്വർഗമാകുന്ന വയലിലേക്ക് ചേർത്ത് പിടിക്കും, സ്വർഗമാകുന്ന അനുഭവത്തിനെ ചേർത്ത് പിടിക്കും. നീ സ്വർഗരാജ്യത്തിൻ്റെതായി മാറും. രൂത്തിന് കിട്ടിയ എല്ലാ സംരക്ഷണവും ദൈവം നിനക്കും തരാൻ ആഗ്രഹിക്കുക. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിരിക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് പറയട്ടെ, നീ പഠിച്ചു വിദ്യാഭ്യാസമൊക്കെ നിനക്ക് നല്ല ഡിഗ്രികളൊക്കെ എടുത്തു, ബിരുദമെടുത്തു, നീ ഒരു ജോലിക്ക് വേണ്ടി പല വാതിലുകളും മുട്ടി, പല ഓഫീസുകളും കയറി ഇറങ്ങി. നീ പല ഇന്റർവ്യൂവിനും പോയി, എല്ലായിടത്തും പരാജയപ്പെട്ട് ജോലി കിട്ടാതെ നീ ഭാരപ്പെട്ടിരിക്കുകയല്ലേ. എല്ലാവരും കൈവിടപ്പെട്ട് എന്റെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണോ ഓർത്ത് കണ്ണുനീരോടെ ഇരിക്കുന്ന ചില സഹോദരങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, രൂത്ത് മോവാബ് വിട്ടതുപോലെ, ഉറപ്പുള്ള തീരുമാനമെടുത്തതുപോലെ നീ വിടേണ്ടതിനെ വിട്ട് ഉറപ്പുള്ള തീരുമാനമെടുത്ത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ അടഞ്ഞ വാതിലുകളെ ദൈവം നിന്റെ മുമ്പിൽ തുറക്കുക തന്നെ ചെയ്യും. അടഞ്ഞ വാതിലെ ദൈവം തുറക്കുക തന്നെ ചെയ്യും. നിനക്കുള്ളതിനെ ദൈവം നിനക്ക് തരും. ചില പുതുവഴികൾ ദൈവം തുറക്കാൻ പോവുക നിന്റെ ജീവിതത്തിൽ. നിന്റെ കുടുംബത്തിൽ ചില പുതിയ വഴികളെ ദൈവം തുറക്കാൻ പോവുകയാണ്. നിന്റെ കടക്കണികളെ മാറ്റുവാൻ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, നിന്റെ കണ്ണീരൊപ്പുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവൻ യേശുക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രോതാവേ, നീ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. രക്തം ചെയ്യും. നമ്മൾ ഈ നിരാശയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ തകർക്കുന്ന ഒരു കാലഘട്ടമാണ്. നിരാശ വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കരകയറാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും നിരാശപ്പെടരുത്. പർവ്വതങ്ങൾ കുരുങ്ങി സമുദ്രവത്തിയെ വീണാലും അതിന്റെ ഇരച്ചുകൊണ്ട് വെള്ളം കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ലെന്നൊക്കെ 46-ാം സങ്കീർത്തനം വായിക്കുന്ന പോലെ ഈ ലോകം മുഴുവനും കിട്ടി ഇടിഞ്ഞു വന്നാലും നീ നിരാശപ്പെട്ടു പോകരുത്. ഒരുപക്ഷെ സമൂഹം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം, നിന്ദിച്ചേക്കാം, അപമാനിച്ചേക്കാം. പക്ഷെ നിരാശപ്പെടരുത് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു, ഭൂമിയുടെ ഉപ്പായിരിക്കുന്നു, അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാകുന്ന പ്രിയമക്കളാകും നിങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5:13-14 പറയുമ്പോൾ കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞേ? നീ ലോകത്തിന്റെ വെളിച്ചമാ, നീ ലോകത്തിന്റെ ഉപ്പാ. അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ മകളാണ്. എഫേസ്യ ലേഖനം 5 വരുമ്പോൾ നമ്മൾ ആരാ? കർത്താവിന്റെ പ്രിയ മക്കളാ.
അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം എന്റെയും നിന്റെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. അല്ലേരി, അതുകൊണ്ട് നീ ഒറ്റയ്ക്കല്ല. നിന്നെ കൈവിട്ട് കളയാത്തൊരു ദൈവം നിനക്കുണ്ട്. നിന്റെ ഭർത്താവ് നിന്നെ കൈവിട്ട് കളഞ്ഞോ? നിന്റെ ഭാര്യ നിന്നെ കൈവിട്ട് കളഞ്ഞോ? അപ്പനും അമ്മയും കൈവിട്ട് കളഞ്ഞോ? മാതാപിതാക്കൾ ചോദിക്കും, മക്കൾ നിങ്ങളെ കൈവിട്ട് കളഞ്ഞോ? അല്ലേരിയ, ഭാരപ്പെടണ്ട. ഉറപ്പുള്ള കരമുണ്ട്, നിന്നെ താങ്ങി നിർത്തുന്നൊരു കരമുണ്ട്. ആ കരം യേശുവിൻ്റെതാ. ആ യേശുവിന്റെ കരത്തിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ മക്കൾ നിന്നെ കൈവിട്ടാലും, മാതാപിതാക്കൾ മക്കളെ കൈവിട്ടാലും, ഭാര്യ ഭർത്താനും ഭർത്താവ് ഭാര്യയെ കൈവിട്ടാലും നിന്നെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന 49:15 വായിക്കുന്നത്, സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നു കളഞ്ഞാൽ ഹല്ലേലൂയ, ഞാൻ മറക്കയില്ല. സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കൂ. എത്രയോ സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗർഭപാത്രം കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുക. ഗർഭപാത്രം കൊലക്കളമായി മാറുന്നു. ആമേ സ്തോത്രം. 13, 14, 15 വയസ്സ് തൊട്ട് കുട്ടികൾ ഗർഭസ്ഥരായി മാറുന്നു. ആ ഗർഭസ്ഥരാക്കുന്ന കുട്ടികൾക്ക് ഹല്ലേലൂയ പിന്നീട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ഉള്ളിൽ ഉരുവാകുന്ന കുട്ടികൾ നശിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഗർഭപാത്രം പോലും കുലക്കളകമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ എല്ലാവരും സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അപ്പം ഗർഭസ്ഥ ശിശുവിനെ കൊല ചെയ്യുന്ന സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും. ഉദരത്തിൽ വെച്ച് തന്നെ കൊന്നുകളയും. സ്വന്തം ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൊന്നുകളയും. എത്ര സമയം മാത്രം ഈ പ്രസവിച്ചതിന് ശേഷമോ? പ്രസവിച്ച എത്രയോ കുഞ്ഞുങ്ങളെയാണ് ചപ്പു ചവറുകൾക്കിടയിൽ കൊണ്ട് തള്ളുന്നത്. എത്രയോ കുഞ്ഞുങ്ങളെയാണ് അനാഥാലയത്തിൽ കൊണ്ടുവിടുന്നത്. എത്രയോ കുഞ്ഞുങ്ങളെയാണ് അമ്പലത്തിന്റെ പള്ളികളിലും മോസ്കിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് സ്ത്രീകൾ ഓടി രക്ഷപ്പെടുന്നത്. അപ്പൊ സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കൂ എന്ന് ചോദിച്ച സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും. യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ എഴുതി വെച്ച ഈ വചനം ഇന്ന് യാഥാർത്ഥ്യമാക്കുക. അവിടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുവോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല, ഞാൻ നിന്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഭർത്താവ് ഉപേക്ഷിച്ചാൽ നിന്നെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്ന, ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്ന ദൈവമുണ്ട്. ആ കർത്താവിലേക്ക് നീ മടങ്ങി പോവാ. ഹല്ലേലൂയ. മോവാബിന്റെ എല്ലാ പ്രൗഢ ഗംഭീരമായ എല്ലാ അനുഭവങ്ങളും, മോവാബിലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും, മോവാബിലെ എല്ലാ വസ്തുവകകളും, അവിടുത്തെയുള്ള എല്ലാ ആഡംബരങ്ങളും, ബന്ധുമിത്രാദികളും എല്ലാം വിട്ടിട്ട് ശൂന്യതയോടുകൂടി ഹല്ലേലൂയ നിൽക്കുന്ന ഒരു അനുഭവത്തിൽ കടന്നു വരുന്ന നുബോമിയോടൊപ്പം ചേർന്ന് ഈ രൂത്ത് പോന്നെങ്കിൽ അവളുടെ ജീവിതം പിന്നത്തേതിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം എന്ത് ചെയ്തു? ആ രൂത്തിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ എല്ലാം വിട്ടു പോന്നവൾക്ക് ഇത്രമാത്രം സംരക്ഷണം. ഹല്ലേലൂയ. അത് നിനക്ക് ദൈവം വലിയ സംരക്ഷണം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ പതറിപ്പോകരുത്. അതുകൊണ്ട് വചനം പറയുന്നത് ഹല്ലേലൂയ, നിന്റെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ദൈവം തരട്ടെ. അപ്പൊ നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ്, അത്യുന്നതനായിരിക്കും ദൈവത്തിന്റെ മക്കളാണ്, പ്രിയമക്കളാണ്. ആകയാൽ നിങ്ങളുടെ പ്രവർത്തികൾക്ക് സൽപ്രവർത്തികളായിരിക്കണം. നിങ്ങളുടെ പ്രവർത്തികൾ സൽപ്രവർത്തികളായിരിക്കണം. രൂത്തിന്റെ പ്രവൃത്തികൾ സൽപ്രവർത്തിയായിരുന്നത് പോലെ നീ മറ്റുള്ളവർക്ക് സൽപ്രവർത്തി ചെയ്യുന്നവനായിരിക്കണം, ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ അവർക്കെതിരെ ദോഷകാര്യങ്ങൾ പറഞ്ഞ്, നുണ പറഞ്ഞ്, അപവാദങ്ങൾ സൃഷ്ടിച്ച് നീ കൈകൊട്ടി ചിരിക്കുന്നതാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കാര്യം തകർന്നത് തന്നെ. ഇന്ന് നീ സന്തോഷിക്കും, എനിക്കൊന്ന് സംഭവിച്ചില്ലെന്ന് ഓർത്ത് നീ അട്ടഹസിച്ച് നിഗളിച്ച് നിഗളം മൂത്ത് നടക്കുകയാണെങ്കിൽ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നുവെന്ന് വചനം വായിക്കുന്ന പോലെ നീ മറ്റുള്ളവരെ വേദനിപ്പിച്ചതിന് മുഴുവൻ നീ കണക്ക് പറയേണ്ട ദിവസം വിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ, നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജന സൽപ്രവർത്തികളെ ചെയ്യണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ കാണത്തില്ല, രാവിലെ ഒരു പണിയില്ലാതെ വീട്ടിൽ ചില മെനക്കെട്ട് ഇറങ്ങിയിരിക്കുന്ന ചില പെണ്ണുങ്ങൾ ഒന്നിച്ചുകൂടി, ചില ആണുങ്ങൾ ഒന്നിച്ചുകൂടിയിരുന്ന മറ്റുള്ളവർക്ക് നേരെ ഹല്ലേലൂയ
അല്ലെങ്കിൽ ദുർവർത്തമാനങ്ങൾ പറഞ്ഞുണ്ടാക്കുക, ദുരാരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുക, അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക. നിന്റെ കുടുംബത്തെ ദൈവം തൊടാൻ സമയമായി. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ പകരത്തിന് പകരം ചെയ്യരുത്. അല്ലെങ്കിൽ തിന്മയെ നന്മയാൽ നിങ്ങൾ ജയിക്കണം. തിന്മയാൽ നന്മയെ ജയിക്കണം. ഹല്ലേലൂയ. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. ഹല്ലേലൂയ. തിന്മ കൂടുന്നിടത്ത്, തിന്മയുള്ളിടത്ത്, തിന്മയുടെ വാതിൽ, തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ നീ പോയി ഇരിക്കരുത്. ഹല്ലേലൂയ. നോണക്കൂട്ടങ്ങൾ, വായാടിക്കൂട്ടങ്ങൾ അരികിൽ നീ പോയിരിക്കരുത്. മദ്യപാനികളുടെ വെറുകൂത്തുകാരുടെ കൂട്ടത്തിൽ നീ പോയി ഇരിക്കരുത്. ചൂതാട്ടക്കാരുടെ ഇരിക്ക് നീ പോയി ഇരിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള തിന്മയെ നീ നന്മ കൊണ്ട് ജയിക്കണം. ഹല്ലേലൂയ. നിന്റെ വലത്തെ ചെകിട തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക എന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഹല്ലേലൂയ. യേശു പറയാണ് മത്തായി 5:39-44 വായിക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പാൻ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് യേശു പറഞ്ഞ വചനം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിട തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക. നിന്നോട് ആമേൻ വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് ആമേൻ നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ 2 നാഴിക അവരോടുകൂടെ പോകാം. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ദൈവം നമുക്ക് കർത്താവിന്റെ സതുപദേശമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് സൽപ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് തിന്മ പ്രവർത്തിക്കുക, സൽപ്രവൃത്തി. ശത്രുവിനെ സ്നേഹിക്കണം. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അല്ലാതെ ഹല്ലേലൂയ നിന്റെ അയൽവാസി നശിച്ചു പോകാൻ വേണ്ടിയിട്ട്, അയൽവാസി മുടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നീ പോയി കൂടോത്രം ചെയ്ത്, മന്ത്രം ചെയ്ത്, ചരടം കെട്ടി, തകിടുണ്ടാക്കി നീ കൊണ്ട് നിന്റെ അയൽവാസി ഉപദ്രവിക്കാൻ ഇരുന്നിട്ട് നീ വീട്ടിൽ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ നീ ചെയ്ത പ്രവർത്തിക്ക് തക്ക ന്യായവിധി നിന്റെ കുടുംബത്തിൽ വരും. ഹല്ലേലൂയ. നീ ആരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ആർക്കെതിരെ നീ തന്ത്രം വരഞ്ഞു, ആർക്കെതിരെയാണ് നീ തിന്മ പ്രവർത്തിച്ചോ, അത് നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയും ബാധിക്കുന്നത് ശാപമാണ്. ഹല്ലേലൂയ. ആ ശാപം നിന്റെ ഭവനത്തിൽ മാറത്തില്ല. നിന്റെ കണ്ണാൽ നിന്റെ മക്കൾ അനുഭവിക്കുന്ന ശാപം നീ കാണും. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിലും കാണും. നീ ആർക്കെതിരെ എന്തെല്ലാം ദോഷം ചെയ്തോ, തിന്മ പ്രവർത്തിച്ചോ, ആ ശാപം നിന്റെ മേലും, നിന്റെ ഭർത്താവിന്റെ മക്കളുടെ മേൽ, നിന്റെ കൊച്ചുമക്കളുടെ മേൽ, ഹല്ലേലൂയ, ആ ശാപം എണ്ണി വരും. രക്തജയം. നിങ്ങൾ കർത്താവ് തന്നിരിക്കുന്ന 10 കൽപ്പനയൊക്കെ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 3 തൊട്ടും, ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 17 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേ. സ്തോത്ര. ശാപം മക്കളുടെ മേലും 3-ാം തല 4-ാം തലമുറ വരെ വ്യാപരിക്കുമെന്ന്. അപ്പൊ നമ്മൾ ആർക്കും തിന്മ ചെയ്യരുതായി പറയുന്നത്. തിന്മ ചെയ്യാതെ നന്മ ചെയ്യണം. നന്മയെ നീ അനുഗമിക്കണം. നന്മയെ നീ പിന്തുടരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കാൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് യേശു പഠിപ്പിച്ച വചനമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതേ ദുഷ്പ്രവർത്തികളെ സൽപ്രവർത്തികളാൽ ജയിക്കണം. ദുഷ്പ്രവർത്തികളെ സൽപ്രവർത്തി കൊണ്ട് ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വചനം അനുസരിച്ചൊക്കെ പോവുക എന്നൊക്കെ പറയുന്നത് വളരെ ത്യാഗമാണ്. അത് ചെയ്താൽ നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അല്ലേ? എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് വണ്ടിയില്ല, ഞങ്ങൾക്ക് ജോലിയില്ല. അവർക്കെല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് അവർക്കുണ്ടായത് നിനക്കില്ലാതെ പോയതും? അവർക്കുള്ളതുപോലെ തന്നെ കഴിവും പ്രാപ്തിയും ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ ദൈവം നിനക്ക് തന്നില്ലേ? അവർക്കുണ്ട്, നിനക്കില്ല എന്ന് പറഞ്ഞ് നീ എന്തിനാ ഇന്നും തിന്മയുടെ വാക്ക് പറയുന്നത്? അവരെ പോലെ തന്നെ നീ ജീവിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. അവരെ പോലെ ജീവിക്കാൻ പഠിക്കാത്തതുകൊണ്ടാണ് നിനക്കില്ലേ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് നിനക്ക് എത്ര കിട്ടിയാലും തികയത്തില്ല. ഹല്ലേലൂയ. ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന എന്റെ ജീവിതത്തിൽ എന്തുമാത്രം കിട്ടിയാലും നിനക്ക് തികയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തിന്മ ചെയ്യുന്നതെല്ലാം ശാപമാണ്. തിന്മ എവിടെ ചെയ്തോ, നീ ആർക്കെതിരെ നീ തിന്മ ചെയ്തോ, അത് ശാപമാണ്. ഹല്ലേലൂയ. ആ ശാപം മാറത്തില്ല. ഹല്ലേലൂയ. അതിന് നീ ആ ശാപം മാറാൻ വേണ്ടി എന്തെല്ലാം ചെയ്താലും
ഒരു പ്രയോജനമില്ല. അങ്ങനെ മാറിയ ചരിത്രമില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ രൂത്തിനെ പോലെ, ഹല്ലേലൂയ, തിന്മയെ വിട്ട് സൽപ്രവൃത്തികൾക്ക് വേണ്ടി രൂത്ത് നൊവോമിയോടൊപ്പം യെരുശലേമിലേക്ക് വന്ന പോലെ അവൾക്ക് ബോവസിന്റെ വയല് കിട്ടി. പിന്നത്തേതിൽ അവൾ യേശുക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് ഭാഗമായി മാറിയതുപോലെ തിന്മയെ വിട്ട് സൽപ്രവർത്തി ചെയ്യണം. രക്തം ചെയ്യുന്ന ഇതിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും എല്ലാം ദൈവം മാറ്റിത്തരാൻ ആഗ്രഹിക്കുക. രൂത്തിനെ അനുഗ്രഹിച്ച് ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. സൽപ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി തട്ടി ഉണർത്തുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അത് ദൈവ സ്നേഹത്തിന്റെ ശക്തിയായിരിക്കണം, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയായിരിക്കണം. യേശു ഒരു സ്ത്രീയെ കുറിച്ച് ഇപ്രകാരം സാക്ഷി പറഞ്ഞു, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അവൾ ചെയ്ത നല്ല പ്രവൃത്തി എന്താ? യേശു ഒരു വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ അവൾ ഒരു വെങ്കൽ ഭരണി വിലയേറി സ്വച്ഛ ജലമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ ഈ തൈലത്തിന്റെ വെറും ചെലവ് എന്തിന്? ഇത് 300-ലധികം വെള്ളിക്കാശ് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഫലിക്കുന്നതായിട്ട്. ഹല്ലേലൂയ. മർക്കോസിന് സുവിശേഷം 14-ാം അധ്യായം 4-5 വാക്യങ്ങൾ കാണാൻ കഴിയും. ഇവിടെ എന്ത് ചെയ്തു? യേശു, ഹല്ലേലൂയ, യേശു ഇവിടെ എന്ത് ചെയ്തു? ഒരു വെങ്കൽ ഭരണി തൈലം കൊണ്ട് യേശുവിന്റെ, ഹല്ലേലൂയ, ഭരണി വിട്ട് യേശുവിന്റെ മേൽ പൂശുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് കണ്ടിട്ട് കുറച്ചു പേര് പറയാ, ഈ തൈലം ഈ വെറുഞ്ചലും എന്തിനാണ്? ഇത് 350 രൂപയ്ക്ക് വിട്ടിട്ട് അല്ലെങ്കിൽ ദരിദ്രരെ സഹായിക്കത്തില്ല. ഇവൾ ചെയ്ത നല്ല പ്രവർത്തികളെ തിരസ്കരിക്കുന്ന ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും ശക്തിയും, ഇവൾ കർത്താവിനോട് കാണിച്ച് സ്നേഹവും ശക്തിയും ത്യാഗവും ഒരുപക്ഷെ ഫൂലോവർ കാണാതിരുന്നേക്കാം. പക്ഷെ നിന്റെ ജീവിത സൽപ്രവൃത്തിയായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രീസിലേക്ക്, യേശു ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 13 കാണുന്നുണ്ട്. അതെ, ഇവിടെ രൂത്ത്, ഹല്ലേലൂയ, തന്റെ അമ്മായിയമ്മയെ ഉപയോഗിച്ച് ചേർന്ന് ബോബാവ് വിട്ടു പോകുന്ന ബോവസിന്റെ വയലിലെത്തി ബോവസ് അവളെ സംരക്ഷിച്ച് ഇതിൽ അവൾ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഭാഗമാക്കായി തീർന്നെങ്കിൽ ഇന്ന് പകൽ രൂത്തിനെ അനുഗ്രഹിച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കഷ്ടം മാറും, നിന്റെ സങ്കടം മാറും, വേദന മാറും, ദുഃഖം മാറും, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറും, കടക്കണി മാറും, രോഗം മാറും, ശാപം മാറുമെന്ന്. നിനക്ക് നല്ല ജോലി, നല്ല ഉന്നത വിദ്യാഭ്യാസം, നല്ല ഉയർച്ച, നീ എവിടെയെല്ലാം തകർക്കപ്പെട്ടു അവിടെയെല്ലാം ദൈവത്തിനെ മാനിച്ചുയർത്താൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. ഹല്ലേലൂയ. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഈ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യൗവനത്തിലും വാർത്തയിലും വൃത്തരും അശന്ന യാചകർ, ഓർഫനേജ് തടവറയിലായിരിക്കുന്ന കർത്താവ്, രാജ്യരാഷ്ട്രത്തലവന്മാർ, എല്ലാ മത സാമൂഹിക സംസ്കാര ചരിത്ര മാധ്യമ മീഡിയ രംഗം, സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ, പാടത്തും പറമ്പിലും കൂറിയിലും കല്ലിനോടും മണ്ണിനോടും തടിയോടും മല്ലടിച്ചിട്ട് ഓരോ വിയർപ്പാക്കി അധ്വാനിക്കുന്ന, വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന, കേരളത്തിൽ ഭാരതത്തിൽ വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന, വേദനിക്കപ്പെടുന്ന, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന, കടക്കിണിയാൽ ഭാരപ്പെടുന്ന, ഭവനമില്ലാതെ തലയെപ്പെടുത്തുകൊണ്ട് ഭൂമിയിലാൽ ജപ്തി നടപടി നേടുന്ന, മഹാവ്യാധിയാൽ ഭാരപ്പെടുന്നവർ, കർത്താവ് യുദ്ധ ബന്ധനങ്ങളെ കഴിഞ്ഞു പോകുന്ന അനപുത്തിയ ആളുകൾ ഇന്ന് പകൽ കർത്താവ് സകല ജനത്തെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ മോബാബ് വിട്ടു പോകുന്നത് പോലെ കർത്താവ് ജനതങ്ങളുടെ പാപത്തിന്റെ പ്രവൃത്തി വിട്ട് ഹല്ലേലൂയ പാരമ്പര്യത്തിന് അന്ധകാരത്തിന് ഇരുളിന്റെ അന്ധകാരം വിട്ട് മടങ്ങി വന്ന് ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് കർത്താവ് സൽപ്രവൃത്തികൾക്ക് ഇടം കൊടുക്കുവാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുക. സകല തിന്മയും മാറിപ്പോകട്ടെ. മദ്യത്തിനും മയക്കിനും ലഹരിക്കും അടിപ്പെട്ട് കിടക്കുന്ന അനുപതി യുവതി യുവാക്കന്മാർ, തലമുറകൾ, മാതാപിതാക്കൾ എല്ലാം വിടുവിക്കപ്പെടുവാൻ ലോകത്തിന്റെ എല്ലാ താഴ്മയിലും ദുഷ്പ്രവർത്തിച്ച് കെട്ടുകിടക്കുന്ന അനവധി ആളുകളുണ്ട്. കുടുംബശാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, രോഗത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഇന്ന് പകൽ കർത്താവ് സകല കുടുംബങ്ങളും വിടുവിക്കപ്പെട്ട് സ്വതന്ത്രമായി തിരുവാൻ, ക്രിസ്തുവിൽ ജയോത്സവം ആടുവാൻ ഈ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെ അനുഗ്രഹിക്കണം. ദൈവമക്കളെ, ദൈവദാസന്മാരുടെ കുടുംബങ്ങൾ, തലമുറകളെ കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ ദൈവം സൂക്ഷിക്കാനായി പ്രാർത്ഥിക്കുന്ന സകല മഹത്വം എടുക്കണം. യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.